യേശു 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന, നീ ദൈവപുത്രൻ ആകുന്നു എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ സ്നാപകൻ്റെ കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നിറങ്ങി. സ്വർഗത്തിൽ നിന്ന് അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് പിതാവ് അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ, ഞാനിവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. പിതാവിങ്കൽ നിന്ന് കേട്ട ദൈവശബ്ദം, നീ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവശബ്ദം കേൾക്കുന്നവരാണ്. ദൈവം നമ്മെ തൻ്റെ വചനം കൊണ്ടാണ് ഉറപ്പിക്കുന്നത്. നീ എനിക്കുള്ളവനാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. ദൈവമക്കൾ അവകാശികളാണ്. നമ്മൾ ദാസന്മാരല്ല, നമ്മൾ പുത്രന്മാരാണ് എന്ന് ദൈവം തൻ്റെ വചനത്താൽ നമ്മെ ഉറപ്പിക്കുമ്പോൾ, ഇവിടെ ഇതാ പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. ആ ദൈവശബ്ദം യേശു കർത്താവ് സ്വീകരിച്ച് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് യേശു കടന്നുപോയത്. പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നൊരു ശബ്ദം മുഴങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല. ആ വചനം ഏറ്റെടുത്തിട്ട് അധിക സമയമായിട്ടില്ല. എന്നാൽ ആ വചനത്തിൽ ശക്തിപ്പെടുവാൻ തുടങ്ങുമ്പോൾ ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കാതെ വണ്ണം ആ വചനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും ദൈവിക പദ്ധതികൾ അട്ടിമറിക്കുവാനുമുള്ള പൈശാചിക തന്ത്രങ്ങൾ. 40 രാവും 40 പോലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ആത്മാവിൽ നമ്മുടെ കർത്താവ് ശക്തനാണ്, എന്നാൽ ശരീരത്തിൽ വിശപ്പ് അനുഭവിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ ശക്തരാണോ? പിശാച് എപ്പോഴും നമ്മെ പരീക്ഷിക്കാൻ വരുന്നത് നാം ബലഹീനരായിരിക്കുമ്പോഴാണ്. നാം ബലഹീനരാകുമ്പോഴാണ് അവൻ നമ്മെ തകർക്കാൻ പദ്ധതികൾ മെനയുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവം നമ്മോട് പറഞ്ഞത്. യേശു കർത്താവ് ആ പരീക്ഷയെ ജയിക്കുകയാണ്. ശാരീരികമായി നമുക്ക് ക്ഷീണങ്ങൾ വന്നേക്കാം, പക്ഷേ നാം ആത്മാവിൽ ശക്തരാണെങ്കിൽ ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമ്പോൾ ശക്തരാണ്. ആ സമയത്തൊന്നുമല്ല, അത് കഴിഞ്ഞ് ഉപവാസം കഴിയുമ്പോൾ ഉപവാസത്തിൽ നാം ശക്തിപ്പെട്ടു നിൽക്കും. അത് കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിക്കുന്ന സമയത്ത് പിശാച് നമ്മെ പരീക്ഷിക്കാൻ തുടങ്ങും. യേശു കർത്താവ് നമുക്കൊരു നല്ല മാതൃക വെച്ചാണ് പോയത്. യേശു പറഞ്ഞു, ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ പുറമേ ഒരു മനുഷ്യനാണ് എന്ന് നിനക്ക് തോന്നുമെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ദൈവപുത്രൻ തന്നെയാണ്.
അപ്പം വേണ്ട, എനിക്ക് വചനം മതി. എഴുതപ്പെട്ടിരിക്കുന്ന വചനം ആത്മാവിൻ്റെ വാളാണ്. വാൾ കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെടുക. നിങ്ങൾ പരീക്ഷകളെ ജയിക്കാൻ പോവുകയാണ്. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നിഷ്ഫലമാകാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.